ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിക്കുവാൻ, പ്രഘോഷിക്കുവാൻ നാം വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധ വിളിക്ക് നമ്മെ തന്നെ നാം പൂർണ്ണമായും സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ 2 വ്യക്തികൾ ക്രിസ്തുവിനെ സമീപിക്കുകയാണ്. ഒന്നാമത്തെ വ്യക്തി ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കാം. ക്രിസ്തുനാഥൻ അവനോട് പറയുന്നു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. നിനക്ക് എന്നെ പിൻചെല്ലാൻ സാധിക്കില്ല എന്ന് ക്രിസ്തു പറയുന്നില്ല. സാധാരണഗതിയിൽ ഇന്നത്തെ ഗുരുക്കൾ ജനങ്ങളെ ആകർഷിച്ച് കബളിപ്പിച്ച് അവരുടെ ശിഷ്യ സമൂഹത്തെ വർദ്ധിപ്പിക്കാറുണ്ട്. എന്നാൽ ക്രിസ്തു ഇതിന് പകരം ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗത്തെക്കുറിച്ച് വ്യക്തമായി ശിഷ്യരെ ഉദ്ബോധിപ്പിക്കുകയാണ്. ക്രിസ്തുവിന് കാശില്ല, വീടില്ല എന്നല്ല ഇതിനർത്ഥം. മറിച്ച് ക്രിസ്തു ശിഷ്യൻ ലൗകികമായി ചട്ടക്കൂടുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാനും അയക്കപ്പെടുന്ന സ്ഥലത്തെല്ലാം ദൈവവചനം പ്രഘോഷിക്കുവാനും കർത്തൃ ശുശ്രൂഷ ചെയ്യുവാനും പരിപൂർണമായും സന്നദ്ധനാകേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തി ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നതിനായി പല ഒഴികഴിവുകൾ പറയുന്നുണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് നല്ലതാണ്, ഉചിതമാണ്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് ശ്രേഷ്ഠമാണ് എന്നെനിക്കറിയാം. എന്നാൽ ഇപ്പോൾ എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ അവയെല്ലാം പൂർത്തിയാക്കിയ ശേഷം ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാം, പിൻചെല്ലാം എന്നൊക്കെ നാം പല ഒഴികഴിവുകൾ പറയാറുണ്ട്. ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കുക. മനുഷ്യരായ നമുക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുന്ന കൂദാശയാണ് കർത്താവിൻ്റെ പരിശുദ്ധ ബലി എന്ന ദിവ്യബലി എന്ന് പറയപ്പെടുന്ന കൂദാശ. എന്നാൽ നമ്മളിൽ പലരും നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാതെ പോകാറുണ്ട്. നമ്മുടെ മനസ്സുകളിൽ നമുക്ക് കുറിച്ചിടാം, മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. എനിക്ക് ദൈവത്തെ വേണം, ദൈവ അനുഗ്രഹം വേണം എന്ന് നമ്മുടെ മനസ്സുകളിൽ നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിസ്സാരമായ എല്ലാ കാരണങ്ങളും നാം മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ ബലിയിൽ വിശുദ്ധിയോടെ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തുവിൽ യഥാർത്ഥമായ വിശ്വാസത്തോടെയും ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയത്തോടും ഈ ലോകത്തിലെ ലൗകിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെയും ഇരുന്നാൽ ഒരു മനുഷ്യൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുകയാണ്. എന്നാൽ ഈ ലോകത്തിലെ വ്യാപാരങ്ങൾ നമ്മെ പലപ്പോഴും അലട്ടുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ജീവിതത്തിൽ നാം സ്വന്തമെന്ന് കരുതുന്നതെല്ലാം, വലുതെന്ന് കരുതുന്നതെല്ലാം ക്രിസ്തുവിനായി ത്യജിക്കുവാൻ, ക്രിസ്തുവിനെ എല്ലാറ്റിനുമുപരിയായി സ്നേഹിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ്. ക്രിസ്തുവല്ലാതെ മറ്റെന്തായാലും മറ്റാരായാലും ഒന്നുകിൽ നമ്മെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഉപാധികളായി തീരട്ടെ, അല്ലെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കേണ്ട ദൈവത്തിൻ്റെ സൃഷ്ടികളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറെ വേദനയുളവാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്നറിയാതെ, ക്രിസ്തുവിനെ അറിയാതെ, ദൈവത്തെ അറിയാതെ ഇന്നും നമ്മുടെ കൺവെട്ടത്തിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള മനുഷ്യരോട്
കൂടുതൽ സമയം ചെലവഴിക്കുവാനും ദൈവസ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ദൈവത്തോട് അടുപ്പിക്കുവാനും നാം വിളിക്കപ്പെടുകയാണ്. ഇപ്രകാരം നാം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി ദൈവസ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി നാം ഓരോരുത്തരും സ്വയം രൂപാന്തരപ്പെടുകയാണ്. ഈ കൃപാവരങ്ങൾക്കായി ഈ വിശുദ്ധ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.